ആധാർ കാർഡ് അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? കാരണം നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് പരീക്ഷകൾക്കെല്ലാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റാണ് ആധാർ കാർഡ്. ഈ ആധാർ കാർഡ് ഇപ്പോൾ 10th +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ ആധാർ കാർഡ് ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ 15 ഏജിന് മുമ്പ് നമ്മൾ എടുത്ത ആധാർ കാർഡ് ആവും. ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമതായിട്ട് ഇതിൽ ഫോട്ടോ നാം അപ്ഡേറ്റ് ചെയ്യണം. 15 വയസ്സ് കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ആധാർ കാർഡിലെ നാം ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണം. ഇനി രണ്ടാമതായിട്ട് ഈ ആധാർ കാർഡിലെ നമ്മുടെ നെയിം, നമ്മൾ ഒരു മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഇല്ലാതെയാണ് നമ്മുടെ ഈ ആധാർ കാർഡിലെ നെയിം ബർത്ത് സർട്ടിഫിക്കറ്റിലെയോ 10th മാർക്ക് ലിസ്റ്റിലെയോ ഉള്ളത് എന്ന് നാം ഉറപ്പുവരുത്തണം. ഇതിനോടൊപ്പം ഈ ആധാർ കാർഡിൽ ഒരു ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പർ നമ്മൾ ആ എൻട്രൻസ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു OTP വരും. ആ OTP കൃത്യമായിട്ട് വരണമെങ്കിൽ ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ, യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറാണോ നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത്, ഇത് നാം ചെക്ക് ചെയ്യണം. നമ്മൾ ഒരു 10 വർഷം മുമ്പ് സ്കൂൾ ജോയിനിങ് ടൈമിൽ എടുത്തിരിക്കുന്ന ആധാർ കാർഡ് ആണെങ്കിൽ അന്ന് സബ്മിറ്റ് ചെയ്ത മൊബൈൽ നമ്പർ ഇപ്പോൾ വാലിഡ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരിയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമെത്തി. അതിലെ ഫോട്ടോ, നെയിം വിത്ത് സ്പെല്ലിംഗ്, ഇതിനോടൊപ്പം ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ ഈസിയായി ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. സ്റ്റഡി വിൽ എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദി ബെസ്റ്റ്.